ആശംസിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സെൻഡ് ഓഫ് യാത്രയപ്പ് പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇപ്പൊ പ്ലസ് ടു പോവാണ്. ഒരു 2 ദിവസത്തെ പോലെ തോന്നലേ ഇല്ലു. 2 വർഷം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ ടു അവർ സ്കൂൾ അന്ന് പറയാം. ബട്ട് ബൈ ബൈ ആക്കാനായിട്ട് ഗൈസ്, എക്സാം ഒന്നും കഴിഞ്ഞിട്ടാലോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെയർവെൽ വ്ളോഗാണ്. ഇത് കുറേ ആയി എടുത്തിട്ട് 1 month ആവാനായി ഫെയർവെൽ കഴിഞ്ഞിട്ട്. മാത്രം സ്റ്റിൽ എനിക്ക് എൻ്റെ മടി കാരണം ഞാൻ എഡിറ്റ് ആക്കിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഫെയർവെൽ ടോപ്പിക്കിലേക്ക് പോയാം. ഫെയർവെല്ലിന് നമുക്കുണ്ടായത് എന്ത് കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ സാരി ഉണ്ടായത്. ലൈക്ക് 10 to 12 വരെ ക്ലാസ് റൂമിലും അത് കഴിഞ്ഞിട്ടായിട്ട് ലൈക്ക് എല്ലാവരും ബാച്ചായിട്ട് ഉണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിട്ടാണ്. ഇത് കണ്ട ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ ഈ ചന്നെ നോക്കണേ, മാത്രം അത് ക്യാമറ ലൈറ്റാ. ഞാൻ വ്ളോഗ് എടുത്തിട്ട് താത്തുമാണ് അയാളെ കാണുന്നത്. നമ്മ എല്ലാ സ്കൂളിലത്തെ പിള്ളേർ എല്ലാ ക്ലാസ്സിലത്തെ പിള്ളേർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയി ഷംലയെ കണ്ടുമുട്ടി. നമുക്ക് ഷംലാന്റെ ക്ലാസ്സിൽ നോക്കാം. അങ്ങനെ ഞങ്ങൾ ലൈക്ക് 10 to 12 വരെ ക്ലാസ്സിലുണ്ടായില്ല. അങ്ങനെ ഓരോ ക്ലാസ് നോക്കാൻ വെച്ചാൽ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതേത് ക്ലാസ് ചെയ്യില്ലെങ്കിൽ ബയോളജി സയൻസ്. ദ ക്ലാസ് വാസ് റിയലി സൂപ്പർ. നല്ല ഉണ്ടായി കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഓരോ ക്ലാസ് നോക്കിയിട്ട് വന്നിട്ടാകുമ്പോൾ ടീച്ചർ പറഞ്ഞു. അങ്ങനെ ഞാൻ ടീച്ചറിനെ വെച്ചാൽ ടീച്ചർ ഒരു ഹായ് പറയുമോ ചോദിച്ചു. ഗൈസ്, എനിക്ക് സൗണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത്ര സൗണ്ട് ബോറാന്ന് ഇതിൽ കേൾക്കാൻ. സോ വോയിസ് ഓവർ എടുത്ത ഞങ്ങൾ സൈനിൽ ഇട്ടിട്ടാകുമ്പോൾ വഫ നല്ല ലൈക്ക് മാസ് എൻട്രി ആക്കി വന്നു. ഗൈസ്, ഓൾ കുറച്ച് ലേറ്റായി. കുറച്ചല്ല, നമ്മൾ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്നോട് വന്നി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബോയ്സ് എല്ലാവരും ഒന്നിച്ച് വന്ന. ഓരോ കോസ്റ്റ്യൂമിൻ്റെ ലൈക്ക് ബ്ലാക്കും പിന്നെ ബാണ്ട പോലെ ഇടാൻ ഉണ്ടായെന്ന് തോന്നുന്നു. ബാണ്ടർക്ക് സ്യൂട്ട് ഇടാം, മറ്റാൾക്ക് ഇങ്ങനെ ലൈക്ക് നോർമൽ വിയർ ഇട്ടിട്ട് വരാം. അതുപോലെ ഇങ്ങനെയാണ് ഫസ്റ്റ് ഉണ്ടായത്. ഞങ്ങൾ ഫസ്റ്റ് കയറി നോക്കുമ്പോൾ ഹോള് നോട്ട് യെറ്റ് പ്രിപ്പയർഡ്. ഗൈസ്, ഇതാര് പുതിയ അപ്പഴാ സേനാ ബന്നക്കോ. അപ്പോൾ 3 ആളോ ഞങ്ങൾക്ക് സാരി കൊണ്ട് തന്ന് തിരിച്ചു പോകുകയാണ്. താങ്ക് യു സോ മച്ച്. സാരി ഇല്ലേ നമ്മൾ ടീച്ചർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത സാരി. മാത്രം നമുക്ക് അത്ര പഞ്ച്വാലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് രാത്രി സനയുടെ സാരിക്ക് വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ സന രാവിലെ നമുക്ക് പാവം സാരി കൊണ്ട് തന്നു. സന സാരി കൊണ്ട് തന്നിട്ട് പിന്നെ ലൈക്ക് നമ്മൾ എന്താക്കി നമ്മളെ പിക്ചേഴ്സ് നമ്മളെ ക്ലാസ് റൂമിലൊരു ട്രീ ഉണ്ട്. അതിലേക്ക് ഞാൻ പിക്ചേഴ്സ് ഒട്ടിച്ച് വെക്കാൻ വെച്ചിട്ട് നമ്മൾ ഓരോരോ പിക്ചേഴ്സ് ഇങ്ങനെ പോളറൈഡ് പിക്ചർ പോലെ ആക്കിയിട്ടെടുത്തു. സ്മോൾ സൈസ് എന്നിട്ട് ഹന്ന വഫ ഷാസിനോരെല്ലാവരും ഒന്നിച്ചിട്ട് അതിനൊട്ടിക്കണേ. വഫ അപ്പോൾ കണ്ട ബെഞ്ചിന് മീത്തല കയറി. ഇതെന്താണ് വഫാവും ഹന്നാവും എന്ത് ചെയ്യുന്നു? ആകാശം നോക്കുന്നു. ഗൈസ്, ഇത് നമ്മളെ ക്ലാസ് ടീച്ചർ അല്ല, ഇരു ടീച്ചറിനെ മൂട് വെക്കും. ഫോട്ടോ ശരി കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ മിസ് നിന്നിട്ട് നോക്കാം ഫോട്ടോ. എന്താ കുറച്ച് ആൾക്കാരെ പോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് വന്നാലോ നമുക്ക് കണ്ടിട്ടാലോ. അങ്ങനെ ഓരോരോ ബക്കറ്റ് ഫോട്ടോയിൽ നോക്കുകയാണ് ഒരാൾ. ഫോട്ടോയിൽ നോക്കിയിട്ടായിട്ടാണ് നമുക്കറിയുന്നത് വേൾഡിലെ ഏറ്റവും ബിസിയസ്റ്റ് പേഴ്സൺ നമ്മുടെ സ്കൂളിൽ ലാൻഡായി. അതായത് ഷെയ്സുക്ക് ഇത്ര ഡിമാൻഡ് നമുക്ക് അന്നാണ് ഗൈസ് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഷെയ്സുവിന് കണ്ടിന്യൂ നോക്കുമ്പോൾ ഫാരിയിൽ ഫോട്ടോ എടുക്കുന്നത്. അതിന് ഞാനും കണ്ടാൽ പറഞ്ഞു ഞാനും ഉണ്ടെന്ന്. അതിൻ്റെ വോയിസ് പാങ്ങില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല ഗൈസ്. ഇതെന്താ പറയുക, നമ്മുടെ സ്കൂളിൽ മുന്നേ ഉണ്ടായ പ്രിൻസി സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായി ഫെയർവെൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കും അറിഞ്ഞിട്ടാ സർപ്രൈസ് ആയിട്ട് വന്നതാണ്. അങ്ങനെ പ്രിൻസിനെ കണ്ടിട്ടായിട്ട് ഞങ്ങൾ ലാസ്റ്റ് ടീച്ചർ അവിടെ പാവം ഡോറിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ നമ്മൾ നോക്കുന്നു. ആരും പോയിട്ട് വിളിക്കുന്നുമില്ല എന്നിട്ട് ടീച്ചറിനെ. ഭയ്യ വഫവും ഹന്നോറിൽ ഒന്നിച്ച് പോയിട്ട് ടീച്ചറെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറി. എല്ലാവരും വന്നതിന് ശേഷം
കയറിയത്. നേരത്തെ എന്തോ സൈൻ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ എല്ലാവരും ടീച്ചറിനെ ഉള്ളിലേക്ക് കയറ്റി അതിൻ്റെ ടീച്ചർ മേത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഓരോരോ ഫോട്ടോസെല്ലാം നോക്കുകയാണ്. എന്ന് വെച്ചായിട്ട് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് എല്ലാവർക്കും. നമ്മൾ ടോട്ടൽ സ്ട്രെങ്ത് 67 ഉണ്ട്. അത് 67 ഒത്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് നടക്കില്ലല്ലോ. അപ്പോൾ യോനിക്കാണ് ടീച്ചറിന് ഏറ്റവും കൂടുതൽ ബെട്ട് കൊണ്ടത് പാവം. അങ്ങനെ എല്ലാ ടീച്ചറിൻ്റെ ബൈലും അവൻ്റെ പേരാണ്. അങ്ങനെ ഓന് കൊടുക്കട്ടെ ചിലച്ച് ഓൻ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ക്ലാസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നു. അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഓരോരോ സാറും ടീച്ചറെല്ലാം ക്ലാസ്സിൽ വന്ന് അതിൻ്റെ ഓരോരോ ടീച്ചേഴ്സ് നമ്മളെ ക്ലാസ്സിൽ എക്സ്പീരിയൻസ് ഷെയർ ആക്കി. മാത്സ് ടീച്ചർ ഞങ്ങൾ നല്ലത് മാത്രമേ പറഞ്ഞിട്ട്, അതായത് നമ്മൾ ക്ലാസ് ഒരിക്കലും കേട്ടിട്ടുണ്ടായില്ല, അത്ര അലമ്പാക്കലുണ്ട് എന്നല്ല പറഞ്ഞിട്ട് ഷാസിനെ കുറിച്ച് പറഞ്ഞത്. അന്ന് ഷാസിനെ വെച്ചത് എന്നിട്ട് യോളാണ് നമ്മുടെ ക്ലാസ്സിലിട്ടുണ്ടായത് അജ്നാസ. അങ്ങനെ അജ്നാസോട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. അജ്നാസ 2 വാക്ക് സംസാരിച്ചു. പിന്നെ ശബ്ദത്തിനോട് പറഞ്ഞു. അവൾ അവിടെ നിന്നിട്ട് എപ്പോഴും പോലെ തന്നെ മാങ്ങി ഓരോരു ഇങ്ങനെ ടീച്ചറോടെല്ലാം കഥ പറഞ്ഞു. ഹസ്ബൻഡ് എനിക്കെന്തു പറയാനില്ല എന്ന് വെച്ചിട്ട് ഓള് വന്നിട്ടായിട്ട് നമ്മ എന്താക്കി കേക്ക് കട്ടാക്കാൻ പോയി. കേക്ക് കട്ടാക്കാൻ അല്ല ഗൈസ്, അതിന് മുന്നേ സാർ വന്നിട്ട് സാർ നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ് എടുത്തിന് അതിനെ കുറിച്ച് ചെല്ലുമ്പോൾ സാർ ചെല്ലി എനിക്ക് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായിട്ടാ. അപ്പോൾ ടീച്ചർ പ്രിൻസിപ്പളായി നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിന്. അപ്പോൾ ടീച്ചർ ചെല്ലി അങ്കും ഉണ്ട് ചെല്ലാനും ചെല്ലിട്ട് ടീച്ചർ നല്ലതല്ല പറഞ്ഞു. മാത്രം ഹിന്ദി സ്റ്റുഡൻസിനാണ് ടീച്ചർ ക്ലാസ് എടുത്തോണ്ടായത്. അങ്ങനെ ടീച്ചറും ചെല്ലിട്ടായിട്ട് ലാസ്റ്റ് ഞങ്ങൾ കേക്ക് കട്ടാക്കിയിട്ടായിട്ട് ടീച്ചർ എല്ലാവരോടും പറഞ്ഞില്ല ഞങ്ങൾ വേണ്ടാലും ഞങ്ങൾ എല്ലാവരും നിങ്ങൾ നടക്കില്ലല്ലോ. ഗൈസ് ആ ക്ലിപ്പിങ്സ് ഒക്കെ മിസ്സാക്കാൻ കഴിയും. ഒരു ടീച്ചർ ചെല്ലുന്ന ഞങ്ങൾക്ക് വഫാനെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പം ഞാൻ എന്തൊക്കെയാ ആദ്യം കട്ടാക്കിയിട്ട് ടീച്ചറിൻ്റെ വോയിസ് തന്നെ കൊടുത്തു. അതിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ടാക്കിയിട്ട് ടീച്ചർ കേക്ക് ഫസ്റ്റ് ക്ലാസ്സിലിട്ടുണ്ടാവുള്ളല്ല ഓക്കെ ആർക്ക് അജ്നാസാൻ്റെ വായിൽ വെച്ച് കൊടുത്തു. നമ്മളെല്ലാവരും ക്ലാപ്പാക്കി. ബോയ്സ് അവിടെ എന്തോ നോക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കാണുന്നത്. കേക്ക് കട്ടാക്കിയിട്ട് ടീച്ചർ കൊടുത്തു. എന്നിട്ടായിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയി. പിന്നെ എന്തായാലും നമുക്ക് കറൻ്റ്ലി ഓർമ്മയില്ല. ലാസ്റ്റാണ് ഞാനും ഷബ്നും വെയിച്ചത്. നമ്മൾ രണ്ടാളും സ്റ്റിൽ ചോറ് കഴിക്കുന്ന തന്നെയുണ്ട്. ഷബ്നും ഗുഡ് ഗേൾ ഗൈസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ബാഡ് ഗേൾ, എനിക്ക് തീർക്കാൻ കഴിയുന്നില്ല ഗൈസ്. സോ സേഡ്. ഫുഡ് തിന്നതിന് ശേഷം നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. പിന്നെ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ നിന്നുണ്ടായത്. ഇവിടെ എല്ലാം കണ്ടായി ഞാൻ ബിസി പറയുന്നുണ്ട് മാത്രം കച്ചറ സൗണ്ട് പോലെ ആയിട്ട് കേൾക്കുന്നു. അങ്ങനെ വഫാനെ കുറേ വിളിച്ചിട്ട് വഫ നോക്കിയത് ലാസ്റ്റ്. അപ്പോൾ അങ്ങോട്ടേക്ക് ലൈറ്റ് അടിക്കുന്നില്ല. പിന്നെ ബാക്കിൽ ഷംലാണ്. അപ്പോൾ ഞാൻ ഷംലാണ് ചിരിച്ച ഷംല ഇല്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഷംലാനെ കൊണ്ട് ഞാൻ ഹായ് ഗായ്സ് പറയിപ്പിച്ച് എന്നിട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും ഹാളിൽ നിന്ന് പിന്നെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന +2 വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സെൻഡ് ഓഫ് യാത്രയപ്പ് പരിപാടിയിലാണ് നമ്മൾ ആരോപിച്ചു കൂടിയിരിക്കുന്നത്. കുറച്ച് സമയം പ്രിൻസിപ്പാൾ സ്പീച്ചാക്കി. പിന്നെ PT കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഓരെല്ലാം കുറച്ച് സമയം പറഞ്ഞ് ഓരെല്ലാം നല്ല വേർഡ്സ് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ടായിട്ട് കേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് സമയം ഒരു പിടിച്ച് നിന്നിട്ടാണ് ഒരു കേക്ക് അടുപ്പ് പിടിച്ചിട്ട് തന്നെ നിന്ന്. എന്നിട്ടായിട്ട് ഓരോ സ്പീച്ച് ഉണ്ടായി PT. സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം വിഷ്ണുലാലിൻ്റെ പാട്ടുണ്ടായിരുന്നു. പാട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കിന്. വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ട് മാത്രം കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ഇട്ടിട്ടാ. എന്നിട്ടായിട്ട് പിന്നെ സ്റ്റുഡൻസിനോട് ചെല്ലാൻ ഇപ്പൊ +2 പോവാണ്. ഒരു 2 ദിവസത്തെ പോലെ തോന്നലേ ഇല്ലു. 2 വർഷം. ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2 വർഷം 2 ദിവസം പോലെ 2 മണിക്കൂർ പോലെ 2 മിനിറ്റ് പോലെയാണ് പോയത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒരുപാട് ഓർമ്മകളും നമുക്കറിയാം. നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ എല്ലാത്തരം ഓർമ്മയുണ്ട്. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, വാശിയുണ്ട്, ദേഷ്യമുണ്ട്. പലപ്പോഴും നമുക്ക് ഒരേ പാത്രത്തിൽ ചോറ് കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോ വിളിച്ച് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഷാസിൻ പറഞ്ഞത്. എന്നിട്ട് കേക്ക് കട്ടാക്കാൻ ചെല്ലി. കേക്ക് ചട്ടക്ക എന്ത് ചെല്ലുന്നത് കേക്ക് ഞാൻ വീടെടുത്തിട്ട് പഞ്ചായത്ത് ഞങ്ങൾ എല്ലാവരും ഇരുന്ന്. എന്നിട്ടായിട്ട് സാറും കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ട് കട്ടാക്കി. അപ്പോൾ യോൻ്റെ ബർത്ത്ഡേ ഉണ്ടായി അന്ന്. അപ്പോൾ ഓന് ബാന്ന് ചെല്ലിട്ട് ഓനും പ്രിൻസിപ്പാളും ഒന്നിച്ചിട്ട് കട്ടാക്കി. ഒത്തിച്ചിട്ട് നല്ല ചെല്ലുന്നുണ്ട്. ഓരോന്നിച്ച് കട്ടാക്കി. എനിക്ക് നല്ല ഗ്രേറ്റ് ഫീൽ ആയിട്ടുണ്ടാവും. അത് ആരും നമുക്കറിയില്ല. +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ്
ക്ലാസ്സിലുള്ള പിള്ളേരെ തേച്ച് പേര് പോലും പഠിച്ചിട്ടാണ് ഞാൻ സാരമില്ല പോട്ട് അങ്ങനെ കേക്ക് കട്ടാക്കിയിട്ടായിട്ട് ഇവരിങ്ങനെ എല്ലാവർക്കും കേക്ക് കാട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ഞാൻ അതിന് ചെറിയൊരു പീസ് കേക്ക് എടുത്ത് മാത്രം ഞാൻ ചെറുതേ എടുത്തിട്ടു. അങ്ങനെ ഞാനും ഹന്നവും 2 ആൾ ഷെയർ ആക്കി തന്നു. എൻ്റെ മേലിലെല്ലാം കേക്ക് വീണ് ഫുള്ള് കൊള്ളമായിട്ടാണ്. അതിനോണ്ട് ഞാൻ കേക്ക് അവിടെ വെച്ച് എന്നിട്ടില്ല ഗിഫ്റ്റ് കൊടുക്കുന്ന ഇതെല്ലാം ഉണ്ടായി. ഇനി ഞാൻ എന്താക്കാൻ അറിയോ, ലൈക്ക് ഡാൻസിന് എൻ്റെ വോയിസ് ഉണ്ടാവും, അതിൻ്റെ ബാക്കിൽ ഞാൻ ചെറുങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ കൊടുക്കാം. മറ്റേ ഫുള്ള് കൊടുത്തെങ്കിൽ അത് എന്തായെങ്കിൽ കോപ്പിറൈറ്റ് വന്നിട്ട് വേസ്റ്റ് ആവുക വീഡിയോ. സോ ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാം. പിന്നെ ഞങ്ങളെ ഡാൻസ് ഞങ്ങളെ ഡാൻസാവാം. ഞങ്ങളുടെ ഡാൻസ് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ഗേൾസ് മാത്രമേ കളിക്കാനുള്ളൂ, ബാക്കി എല്ലാ ഗേൾസ് കളിച്ച്. ഞങ്ങളതിൽ ആകെ കുറച്ച് ഗേൾസ് ഉണ്ടു. സോ ഇതാണ് ഞങ്ങളെ ക്ലാസ്സിലത്തെ പിള്ളേരുടെ ഡാൻസ്. എല്ലാവരും ഡാൻസെല്ലാം കാണിക്കണമെന്ന് മാത്രം എന്താക്കാൻ കോപ്പിറൈറ്റ് വരാണ്ടിരുന്ന നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഡു കമൻറ്റ് ഡൗൺ ഗൈസ്. അങ്ങനെ നമ്മളെ ഡാൻസ് കഴിഞ്ഞിട്ടായിട്ട് നേരെ ഉണ്ടാകും നമ്മുടെ ക്ലാസ്സിൽ തന്നെ ബോയ്സിൻ്റെ ഡാൻസ്. ഗൈസ് വോയിസും വീഡിയോയും കുറച്ച് അപ്പുറം ഡിലേ ഉണ്ടാവും. എന്താ പറഞ്ഞെങ്കിൽ അത്ര സ്പേസ് ഞങ്ങൾക്ക് കിട്ടുന്നു. സോ ഞങ്ങൾക്ക് കഥ പറയാനും വീഡിയോയും രണ്ടും ഒന്നിച്ചു സിങ്ക് ആകുന്നില്ല. അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ട് നേരെ നമ്മളെ ബോയ്സിൻ്റെ പിന്നെ ഓരോരോ ക്ലാസ്സിലത്തെ പുള്ളോ ഓരത് അങ്ങനെ ഉണ്ടായിന്. അങ്ങനെ കുറേ ഡാൻസ് ഉണ്ടായിന്. അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ടയേർഡായി. ഞാൻ ഒരു മൂലൊക്കെ പോയിട്ട് ഇരുന്നു. ബാക്കിയെല്ലാം ഞാൻ ഇരുന്നിടത്ത് തന്നെ ഷൂട്ടാക്കിയ ക്ലിപ്പിങ്സ് ഉണ്ട്. അത് ശരിക്കും ഞാൻ ബെഞ്ചിൽ അവിടെ പോയിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ടാകുമ്പോൾക്ക് ഷെസു ടീച്ചേഴ്സിനോട് എന്തെല്ലോ പറഞ്ഞില്ല, എൻ്റെ ഡാൻസ് ഉണ്ട്, എൻ്റെ പാട്ടുണ്ട്. ഷെസു പാടുന്നു. ഓക്കെ, ഷെസുവിൻ്റെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. പിന്നെ ശരി തള്ളുന്നുണ്ടെന്ന്. അപ്പം വീഡിയോ അനുസരിച്ച് ഒന്ന് ലൈക്ക് മാസമായിട്ട് നടന്നല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നിച്ച് കയറിയിട്ട് ഡാൻസ് അങ്ങനെ കുറേ ഉണ്ടായിന്. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ബാച്ച് എടുത്ത ബോയ്സ് എല്ലാം ഒന്നിച്ചിട്ട് ഉണ്ട് ഡാൻസ്. പാടണമെന്നുണ്ടാക്കുക പാടാം അങ്ങനത്തെ എന്തെല്ലോ ഉണ്ടായി. കുറച്ച് ആൾക്കാരല്ല, ഷെസു വിഷ്ണുവിൻ്റെ അലിയോരെന്നെ പാടിയത് തോന്നുന്നു, നമുക്ക് വേറെ ഓർമ്മയില്ല. അങ്ങനെ ബാച്ചിലത്തെ പിള്ളേരുടെ ഡാൻസും കഴിഞ്ഞ് ലൈക്ക് നമ്മളാ ഓരോരു ക്ലാസ് ബേസ് കളിക്കുന്ന അതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങളെ ഫെയർവെൽ അങ്ങനെ കഴിഞ്ഞു. ദ ഫെയർവെൽ വാസ് റിയലി ഗുഡ് ഗൈസ്. ഇത്രയുള്ള പ്രോഗ്രാം നമ്മൾ സ്കൂളിൽ കണ്ടക്ട് ആക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് നല്ല ഉണ്ടായത് ഞങ്ങളെ ഫെയർവെൽ. വാവ് സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല ഉണ്ടായിന്. ഇത്ര എക്സ്പെക്റ്റ് ആക്കിയിട്ടാ, ബട്ട് എക്സ്പെക്റ്റ് ആക്കാത്തതുകൊണ്ട് എനിക്കും ദ പ്രോഗ്രാം വാസ് റിയലി ഗുഡ്. അതിൻ്റെ ഇടയിൽ ഷാസിന് എന്തോ പറഞ്ഞിട്ട് വഫ കയറിന്. ഷാസിന് എന്ത് പറഞ്ഞേന്നില്ലേ, എൻ്റെ ഒരു വീഡിയോ ഇല്ല, അത് ഞാൻ എടുത്തിട്ടാന്ന് തോന്നുന്നു. ഇവൾ കയറുമ്പോൾ ഞാൻ വേറെ പൊന്നിച്ചിട്ട് എടുത്തിന് എന്ത് കഥ നോക്കാൻ വേണ്ടി. അങ്ങനെ വഫാനെ കയറിച്ചില്ല കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷാസിൻ്റെ പാട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് സാറിനെ കൊണ്ടുവന്നിട്ട് ഡാൻസ് കളിപ്പിച്ച് അതെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ ഗായ്സ്, എൻ്റെ ഫെയർവെൽ ഇടത്തേക്ക് വൈൻഡപ്പായി. ഇപ്പോൾ കാണുമ്പോൾ എല്ലാം ബേജാറാണ്, ബട്ട് everything has been ended. So okay guys, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. until next video ആയിരിക്കും. ബൈ ഗൈസ്. എൻ്റെ ഫെയർവെൽ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഡു കമൻറ്റ് ഡൗൺ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ ബൈ.